ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തക്കാളി കറിയുടെ റെസിപ്പി നോക്കിയാലോ. നമ്മുടെ മലയാളം ബിഗ് ബോസ് ഇല്ലേ, അതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു തക്കാളി കറിയാണിത്. അവർ ചോറിലൂടെയും ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ ഉണ്ടാക്കുന്ന അതേ സെയിം റെസിപ്പിയാണിത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉള്ളിയും ഇട്ട് വഴട്ടിയെടുക്കുക. ചെറുതായി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉപ്പിടാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ചേർക്കുക. വീണ്ടും നന്നായി ഇളക്കി ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റോളം അടച്ച് വെച്ചതിന് ശേഷം വീണ്ടും നമുക്കതൊന്ന് തുറന്ന് ഇളക്കി നോക്കാം. ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ശേഷം ഇനി നമുക്ക് അതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി വീണ്ടും അടച്ചു വെക്കുക. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വേവാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ച് നന്നായി അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണ മാറ്റി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കും അപ്പത്തിനും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. വളരെ ഹെൽത്തിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.